നമസ്കാരം. പെരുമ്പാവൂർ കുറുപ്പംപടിയിൽ ബാലികമാർ പീഡനത്തിന് ഇരയായ സംഭവത്തിൽ പെൺകുട്ടികളുടെ അമ്മയെ കുറുപ്പംപടി പോലീസ് അറസ്റ്റ് ചെയ്ത് റിമാൻഡിലാക്കുമ്പോൾ പുറത്തുവരുന്നത് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ്. കേസിൽ അറസ്റ്റിലായ ടാക്സി ഡ്രൈവർ അയ്യമ്പുഴ മടത്തിപ്പറമ്പിൽ ധനേഷ് കുമാറിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് അമ്മയുടെ അറസ്റ്റ്. കുട്ടികൾക്ക് മദ്യം നൽകാൻ അമ്മയും കൂട്ടുനിന്നു. ധനേഷ് കുമാർ അറസ്റ്റിലാകുന്ന സമയത്ത് ഇയാളുടെ പോക്കറ്റിൽ നിന്നും നിരവധി ലൈംഗിക ഉത്തേജക ഗുളികകൾ കണ്ടെടുത്തതായി പോലീസ് പറഞ്ഞിട്ടുണ്ട്. ധനേഷ് കുമാറിനായി പെരുമ്പാവൂർ ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ പോലീസ് കസ്റ്റഡി അപേക്ഷയും നൽകിയിട്ടുണ്ട്. രോഗബാധിതനായിരുന്ന ഭർത്താവിനെ ആശുപത്രിയിൽ കൊണ്ടുപോകുന്നതിലൂടെയാണ് യുവതിയും ധനേഷും അടുപ്പത്തിലായത്. ഭർത്താവിന്റെ മരണശേഷം ധനേഷ് വാടകയ്ക്കെടുത്തുകൊടുത്ത വീട്ടിലാണ് ഇവരും മക്കളും കഴിഞ്ഞിരുന്നത്. ഇവരുടെ വീട്ടിൽ പതിവായി തന്നെ ധനേഷ് എത്തും. യുവതിയുമായുള്ള ബന്ധം അവസാനിപ്പിക്കാൻ തീരുമാനിച്ചിരുന്നെന്നും അതിനാലാണ് കുട്ടികളെ പീഡിപ്പിച്ചതെന്നുമാണ് ധനേഷ് പറയുന്നത്. കുട്ടികളുടെ അമ്മ കുളിക്കാൻ പോകുന്ന നേരവും പുറത്തേക്ക് പോകുന്ന സമയത്തുമായിരുന്നു പീഡനം. സഹപാഠിയായ കൂട്ടുകാരിയെ വീട്ടിൽ കൊണ്ടുവരാൻ ധനേഷ് ആവശ്യപ്പെട്ടതനുസരിച്ച് മൂത്ത കുട്ടി നൽകിയ കത്ത് കൂട്ടുകാരിയുടെ അമ്മയായ അധ്യാപികയ്ക്ക് ലഭിച്ചതോടെയാണ് സംഭവം പുറത്തു വന്നത്. നിലവിൽ കുട്ടികൾ CWCയുടെ സംരക്ഷണയിലാണ്. ആവശ്യമായ കൗൺസിലിംഗ് നൽകിയതായും കുട്ടികൾക്ക് മറ്റ് പ്രശ്നങ്ങളില്ലെന്നും CWC അറിയിച്ചു. അവസാന 3 മാസത്തോളം പെൺകുട്ടികളെ പീഡിപ്പിച്ചിരുന്നത് അമ്മ അറിഞ്ഞുവെന്ന് പോലീസ് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അതിനിടെ ധനേഷ് ലൈംഗിക വൈകൃതമുള്ളയാളാണെന്നും പീഡന വിവരം പുറത്തു പറയാതിരിക്കാൻ കുട്ടികളെ ഭീഷണിപ്പെടുത്തിയെന്നും പോലീസ് കണ്ടെത്തി. പെൺകുട്ടികളെ 2 വർഷത്തോളം ഇയാൾ പീഡിപ്പിച്ചിരുന്നതായി പോലീസ് അന്വേഷണത്തിൽ വ്യക്തമായിട്ടുണ്ട്. ഭർത്താവ് മരിച്ചതോടെ പെൺകുട്ടികളുടെ അമ്മ പ്രതിസന്ധിയിലായി. ഈ അവസ്ഥയെ ഡ്രൈവർ മുതലാക്കുകയാണ് ചെയ്തത്. കേസിൽ ഇരയാക്കപ്പെട്ട പെൺകുട്ടികളുടെ രഹസ്യമൊഴിയും പോലീസ് രേഖപ്പെടുത്തിയിരുന്നു. പെരുമ്പാവൂർ മജിസ്ട്രേറ്റിന് മുന്നിലാണ് കുട്ടികളുടെ രഹസ്യമൊഴി രേഖപ്പെടുത്തിയത്. 10-12 വയസ്സുള്ള പെൺകുട്ടികളെ ലൈംഗികമായി പീഡിപ്പിച്ചതിന് കുട്ടികളുടെ അമ്മയുടെ സുഹൃത്തായ ടാക്സി ഡ്രൈവറെ കഴിഞ്ഞ ദിവസമായിരുന്നു കുറുപ്പംപടി പോലീസ് അറസ്റ്റ് ചെയ്തത്. കുട്ടികളുടെ അമ്മയുമായി ഉണ്ടായിരുന്ന സൗഹൃദം മുതലെടുത്തായിരുന്നു പീഡനം. പെൺകുട്ടികളുടെ സുഹൃത്തുക്കളെയും ദുരുപയോഗം ചെയ്യാനുള്ള പ്രതിയുടെ ശ്രമമാണ് പീഡന വിവരം പുറത്തറിയാൻ കാരണമായത്. പെൺകുട്ടികളെ ശിശുക്ഷേമ സമിതിയുടെ ഷെൽട്ടർ ഹോമിലേക്ക് മാറ്റിയിരിക്കുകയാണ്. 3 വർഷം മുമ്പ് ഇവരുടെ പിതാവ് മരിച്ചിരുന്നു. പിതാവ് രോഗബാധിതനായിരുന്ന സമയത്ത് ആശുപത്രിയിൽ കൊണ്ടുപോകുന്നതിനായി വിളിച്ചിരുന്ന വാഹനത്തിന്റെ ഡ്രൈവറാണ് കുട്ടികളെ ഉപദ്രവിച്ച പ്രതി ധനേഷ്. അതേസമയം പല സംഭവങ്ങളും ഇത്തരത്തിൽ അമ്മയ്ക്ക് അറിയാമായിരുന്നുവെന്നും മറച്ചുവെച്ചുവെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരം. അതേസമയം ധനേഷും ഇത്തരത്തിൽ പറഞ്ഞിട്ടുണ്ട്, അമ്മയ്ക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ് ഇതൊക്കെയെന്ന്. എന്തായാലും ഇത് ഞെട്ടിക്കുന്ന ഒരു വാർത്തയായി മാറിയിരിക്കുമ്പോഴാണ് മറുവശത്ത് സ്വന്തം മകനെ, അതായത് ലഹരിക്ക് അടിമയായ മകനെ പോലീസിന് പിടിച്ചു നൽകിയിരിക്കുകയാണ് മറ്റൊരു മാതാവ്. പൊതുസമൂഹത്തിന് നൽകുന്ന സമാനതകളില്ലാത്ത ഒരു സന്ദേശമാണിത്. കോഴിക്കോട് ഏലത്തൂരിലാണ് സംഭവം. ലഹരിക്ക് അടിമയായ രാഹുൽ നിരന്തരം ശല്യം ചെയ്തതോടെയാണ് അമ്മ പോലീസിനെ അറിയിച്ചത്. തന്നെയും കുടുംബത്തെയും ഇല്ലായ്മ ചെയ്യുമെന്ന് മകൻ ഭീഷണിപ്പെടുത്തിയെന്ന് അമ്മ പറയുന്നു. മകളുടെ കുഞ്ഞിന് ലഹരി നൽകുമെന്ന് ഭയമാണെന്നും അമ്മ പറയുന്നു. പോക്സോ ഭവനവേതനമടക്കം നിരവധി കേസുകളിൽ പ്രതിയാണ് രാഹുൽ. അങ്ങേയറ്റം വരെ അനുഭവിച്ചിരിക്കുകയാണ് താനെന്നും ലോകത്തൊരാൾക്കും ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടാവാതിരിക്കട്ടെ എന്നും അമ്മ പ്രതികരിച്ചു. പോക്സോ കേസിൽ കഴിഞ്ഞ ഏപ്രിലിൽ ജാമ്യത്തിലിറങ്ങിയ രാഹുൽ ഡിസംബർ വരെ വീട്ടിലുണ്ടായിരുന്നില്ല. തിരിച്ചെത്തിയ ശേഷം കേസുകളിൽ വാറന്റിലാണെന്നും പോലീസിനെ അറിയിക്കരുതെന്നും ആവശ്യപ്പെടുകയായിരുന്നു. പ്രശ്നം ഉണ്ടാകാത്തതിനാൽ പോലീസിനെ അറിയിച്ചിരുന്നില്ല. എന്നാൽ 3.5 മാസത്തിനിടെ ഇടയ്ക്കിടെ പ്രശ്നമുണ്ടാക്കിയെന്നും പോലീസിനെ വിളിക്കുമെന്ന് പറഞ്ഞാൽ മരിക്കുമെന്നും അമ്മയെ കൊല്ലാൻ ശ്രമിച്ചെന്ന് മൊഴി നൽകുമെന്നും ഭീഷണിപ്പെടുത്തുകയായിരുന്നു. ഗതികെട്ടതോടെയാണ് പോലീസിനെ അമ്മ എല്ലാം അറിയിച്ചത്.